ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാട ഫ്രൈ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വളരെ സ്വാദിഷ്ടമായ കാട ഫ്രൈ എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ 3 കാടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിരുമ്മി അതിൽ ആ മസാലകളൊക്കെ ശരിക്കും പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 20 മിനിറ്റ് നമുക്ക് മുളകൊക്കെ പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തിളച്ച് കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് കടക്കോഴി നിരത്തി കൊടുത്തിരിക്കുകയാണ്. കാടക്കോഴി ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശ്വാസമുട്ടുള്ളവർ, അതുപോലെ അലർജിയുടെ അസുഖമുള്ളവർ, സ്ഥിരമായി തുമ്മൽ ചുമയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ കാടക്കോഴി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാടക്കോഴി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അതെടുക്കാം. ഇവിടെ ഞാൻ കുക്കമ്പറും തക്കാളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാളയും കൂടി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക ഈ കാടക്കോഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.